Good morning, students. Hope you all are fine. അപ്പോൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ് ആണല്ലേ. സോ ടെക്സ്റ്റ് ഒക്കെ എടുത്തിട്ടുണ്ടല്ലോ. നമ്മൾ പഠിച്ച ചാപ്റ്റർ 4 അല്ലേ. നമ്മൾ 4ാമത്തെ ചാപ്റ്ററാണ് കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്, അതായത് വാട്ടേഴ്സ് ഓഫ് ഒലീവ് ലേക്ക്. അപ്പോൾ ഇന്ന് വി ഹാവ് ടു ഡിസ്കസ് ദി ക്വസ്റ്റൻ ആൻസേഴ്സ് ഓഫ് ദി ചാപ്റ്റർ. ഓക്കെ. So take your text and in the discussion you have to locate the answers. Okay. അപ്പോൾ ഞാനിന്ന് ഡിസ്കഷനാണ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആ ടെക്സ്റ്റിൽ അതിൻ്റെ ആൻസേഴ്സ് ലൊക്കേറ്റ് ചെയ്ത് വെക്കുക. ഓക്കെ. ആഫ്റ്റർ ദാറ്റ് യു ഹാവ് ടു ഫൈൻഡ് യുവർ ഓൺ ആൻസേഴ്സ്. ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ PDF യു ക്യാൻ റൈറ്റ് ഇൻ യുവർ നോട്ട്ബുക്ക്. ഓക്കെ. PDF തരുമ്പോൾ, ആൻസേഴ്സിൻ്റെ PDF തരുമ്പോൾ അതിൻ്റെ സഹായത്തോടു കൂടിയും നിങ്ങൾക്ക് നോട്ട്ബുക്കിൽ ആൻസേഴ്സ് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ. So look in your text and let's begin the discussion. Comprehension A part. Circle the correct answers. Liu wanted to visit Rousseau. Rousseau was dash. അപ്പോൾ ലിയു റൂഷൌവിനെ കാണാൻ പോയി. അതായിരുന്നല്ലോ നമ്മുടെ കഥ അല്ലേ. അപ്പോൾ റൂഷൌ ആരായിരുന്നു? എ ഡ്രാഗൺ, എ ഗോഡ്, എ കിങ്. ആരായിരുന്നു? നിങ്ങളുടെ കറക്റ്റ് ആൻസർ ടെക്സ്റ്റ് ഒന്നും കൂടി ആലോചിച്ചിട്ടൊന്ന് പറഞ്ഞേ. ഓക്കെ, ആൻസർ കണ്ടുപിടിക്കുക കേട്ടോ. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഓൺ ദ വേ ടു റൂഷൌസ് പാലസ് ലിയു മെറ്റ്. അപ്പോൾ റൂഷൌവിൻ്റെ പാലസിലേക്ക് പോകുമ്പോൾ ലിയു ആരെയൊക്കെ കണ്ടു? എ പേഴ്സൺ ഹു ഹാഡ് എ ക്വസ്റ്റ്യൻ ഫോർ റൂഷൌ, 2 people who had questions for റൂഷൌ, 3 people who had questions for റൂഷൌ. ഇതിൽ ആരെയാണ്, എത്ര പേരെയാണ് കണ്ടത്? ഒരാളെയാണോ കണ്ടേ, 2 പേരെയാണോ കണ്ടേ, 3 പേരെയാണോ കണ്ടേ? ടിക്ക് ചെയ്യാം. ഓക്കെ. ലിയു മെറ്റ് എ ഡ്രാഗൺ ബിഫോർ ദ പാലസ്. ദ ഡ്രാഗൺ വാണ്ടഡ് ടു നോ വൈ he couldn't go up to heaven. He had a pearl on his head. He lived in a river. അതിലേത് ആൻസറാണ്? ടിക്ക് ചെയ്യാം. At the palace, Liu asked 2 questions, 3 questions, 4 questions. എത്ര ക്വസ്റ്റ്യൻ ചോദിച്ചു പാലസിൽ പോയിട്ട്? 2 ചോദ്യമാണോ, 3 ചോദ്യമാണോ, 4 ചോദ്യമാണോ? കണ്ടുപിടിക്കുക. ഓക്കെ. Then 5th question. At the end of the story, Liu had the dragon's pearl. The pearl give Liu and his mother gold, silver and oranges. Became dark and dirty. Give Liu and his mother their wish. അപ്പോൾ ഏതാണ് ആൻസർ എന്ന് കണ്ടുപിടിക്കുക. ഓക്കെ. ഇനി ബി പാർട്ട്. ആൻസർ ദ ക്വസ്റ്റ്യൻസ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. വൈ ഡിഡ് ലിയു ഡിസൈഡ് ടു വിസിറ്റ് റൂഷൌ? എന്തുകൊണ്ടാണ് റൂഷൌവിനെ കാണാൻ തീരുമാനിച്ചത്? കാരണം എന്താ? ബിക്കോസ് ഈവൻ ദോ ഹി വർക്ക്ഡ് ഹാർഡ്, ഹി വാസ് വെരി പുവർ. അപ്പോൾ വൈ ഹി ഈസ് റിമൈനിങ് പുവർ അല്ലേ? എന്തുകൊണ്ടാണ് ഇത്രയും കഷ്ടപ്പെട്ടിട്ടും ഞങ്ങൾ പാവപ്പെട്ടവരായിട്ടിരിക്കുന്നത്, ഞങ്ങൾക്ക് ഫുഡില്ലാത്തത് എന്തുകൊണ്ടാണ്? ഈ കാര്യങ്ങളെപ്പറ്റി ചോദിക്കാനാണ് റൂഷൌവിനെ വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചത് അല്ലേ. അപ്പോൾ ലിയു ഡിസൈഡഡ് ടു വിസിറ്റ് റൂഷൌ ബിക്കോസ് ഈവൻ ദോ ഹി വർക്ക്ഡ് ഹാർഡ്, ഹി സ്റ്റേഡ് പുവർ. സോ ഹി വാണ്ടഡ് ടു ആസ്ക് ദിസ് ക്വസ്റ്റ്യൻ ടു റൂഷൌ. അതിന് വേണ്ടിയിട്ടാണ് റൂഷൌവിനെ കാണാൻ തീരുമാനിച്ചത് അല്ലേ. യെസ്. അപ്പോൾ ഈ ആൻസർ ടെക്സ്റ്റിൽ നിന്ന് കണ്ടുപിടിച്ച് വെക്കുക കേട്ടോ. Then second question. The journey that Liu made was a difficult one. Explain how the journey was difficult. അപ്പോൾ ലിയു പോയ ജേർണി ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു അല്ലേ. എങ്ങനെയൊക്കെയായിരുന്നു ഡിഫിക്കൽട്ട് ആയത്? അതായത് ഹി ട്രാവൽ അക്രോസ് ദ മെഡോസ്, ഹിൽസ്, വാലീസ് ആൻഡ് ഫോറസ്റ്റ്. The weather was very cold and he only had nuts and berries to eat and he became very tired and exhausted അല്ലേ. ഹി യൂസ് ട്വിക്സ് ആൻഡ് ഫയർവുഡ് അല്ലേ. ഇതൊക്കെയാണ് കാരണങ്ങൾ. അപ്പോൾ അത് ടെക്സ്റ്റിലുണ്ട്, അത് ലൊക്കേറ്റ് ചെയ്യുക കേട്ടോ. പോയത് എങ്ങനെയാണെന്നുള്ളത്, എന്തുമാത്രം കഷ്ടപ്പെട്ടാണ് പോയതുള്ളതെന്നൊക്കെ ടെക്സ്റ്റിലുണ്ട്, അത് കണ്ടുപിടിക്കുക. ദെൻ വാട്ട് വെർ ദ പ്രോബ്ലംസ് ലിയു ഫേസ്ഡ് വെൻ ഹി കെയിം നിയർ റൂഷൌസ് പാലസ്? ഹൗ വെർ ദ പ്രോബ്ലംസ് സോൾവ്ഡ്? റൂഷൌവിൻ്റെ പാലസിൻ്റെ ഫ്രണ്ടിലെത്തിയപ്പോൾ എന്തൊക്കെ പ്രശ്നങ്ങളാണ് ഉണ്ടായത്? അതായത് ഇൻ ബിറ്റ്വീൻ ദ പാലസ് ആൻഡ് ലിയു ദർ വാസ് എ റേജിങ് റിവർ അല്ലേ. ആൻഡ് ഓൾസോ എ ഡ്രാഗൺ റോസ് ഫ്രം ദി റിവർ. പാലസിൻ്റെയും ലിയുവിൻ്റെയും നടുക്കായിട്ട് ഒരു വലിയ കുത്തൊഴുക്കുള്ള റിവർ ഉണ്ടായിരുന്നു. അതുമാത്രമല്ല, റിവറിൻ്റെ മേളിൽ കൂടി ഒരു ഡ്രാഗണും പൊങ്ങി വന്നു. ആൻഡ് ഹൗ ആർ ദ പ്രോബ്ലം സോൾവ്? എങ്ങനെയായിരുന്നു പ്രോബ്ലം സോൾവ് ആയത്? അതായത് ദി ഡ്രാഗൺ ടുക്ക് ഹിം ടു ദ പാലസ്. ആ ഡ്രാഗൺ ലിയുവിനെ ഹെൽപ്പ് ചെയ്തു അല്ലേ. എന്നിട്ട് ഡ്രാഗണാണ് ലിയുവിനെ പാലസിലേക്ക് എത്തിച്ചത്. ഫോർത്ത് ക്വസ്റ്റ്യൻ. വിച്ച് ക്വസ്റ്റ്യൻസ് ഡിഡ് ലിയു ആസ്ക് അറ്റ് ദ പാലസ്? വാട്ട് വർ ദ ആൻസേഴ്സ് ടു ദോസ് ക്വസ്റ്റ്യൻസ്? ഏതൊക്കെ ചോദ്യങ്ങളാണ് ലിയു ചോദിച്ചത് ദൈവത്തോട്? ദി ക്വസ്റ്റ്യൻ ഓഫ് ദി ഓൾഡ് വുമൻ, ദി ക്വസ്റ്റ്യൻ ഓഫ് ദി ഓണർ ഓഫ് ദി ഓറഞ്ച് ട്രീ ആൻഡ് ദി ക്വസ്റ്റ്യൻ ഓഫ് ദി ഡ്രാഗൺ. അതുപോലെ തന്നെ എന്തൊക്കെ ആൻസേഴ്സ് ആണ് കിട്ടിയത്? ദി ക്വസ്റ്റ്യൻ ഫോർ ദി ആൻസർ ഫോർ ദി ക്വസ്റ്റ്യൻ ഓഫ് ദ ഡ്രാഗൺ വാസ് ദി ഡ്രാഗൺ ഹാവ് ടു
ടുക്ക് ഓഫ് ദി പേൾ ഓൺ ദി ഫോർഹെഡ് അല്ലേ. അതുപോലെ തന്നെ അബൌട്ട് ദി ഓറഞ്ച് ട്രീ എന്താണ് പറഞ്ഞത്, അതായത് മെനി പോട്ട്സ് ഹാവ് ബീൻ ബറീഡ് അണ്ടർ ദി ഓറഞ്ച് ട്രീ, സോ ദി ഓണർ ഹാവ് ടു ടേക്ക് ഓഫ് ദി പോട്ട്സ്, ദെൻ ഓൺലി ദി ട്രീ വിൽ ബിയർ ഫ്രൂട്ട്സ് അല്ലേ. അതുപോലെ തന്നെ ഓൾഡ് വുമണിൻ്റെ കാര്യത്തിൽ എന്താണ് പറഞ്ഞത്, അതായത് ദി ഡോട്ടർ വിൽ സ്പീക്ക് വെൻ ഷീ ഫൗണ്ട് സംതിങ് ഇൻട്രസ്റ്റിംഗ് അല്ലേ. ഇതുവരെ സംസാരിക്കാൻ എന്തുകൊണ്ടാണ്, എന്തും ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ കാണാഞ്ഞത് കൊണ്ടോ കേൾക്കാഞ്ഞത് കൊണ്ടോ ആണ് അല്ലേ. അപ്പോൾ എന്തെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അവൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ കേൾക്കുകയോ കാണുകയോ ചെയ്യുമ്പോൾ ഷീ വിൽ സ്പീക്ക്. അപ്പോൾ ഈ ആൻസേഴ്സാണ് ആ ക്വസ്റ്റ്യൻസിന് കിട്ടിയത് അല്ലേ. അപ്പം ഇതൊക്കെ ഓർക്കുന്നുണ്ടോ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതാണ് അല്ലേ. ദെൻ 5th question, Leo didn't ask his own question, but his problems were solved at the end of the story. Explain how. അല്ലേ, ലിയു സ്വന്തം ചോദ്യങ്ങൾ ചോദിച്ചില്ല, പക്ഷേ അവൻ്റെ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. അതെങ്ങനെയാണ് പറയാമോ? യെസ്, 2 കാരണങ്ങളാണ് അല്ലേ. ലിയു റിട്ടേൺഡ് ഹോം വിത്ത് ഗിഫ്റ്റ്സ്, ഗോൾഡ് ആൻഡ് സിൽവർ, ഓറഞ്ചസ് ആൻഡ് ദ ജൈൻറ്റ് പേൾ. The giant pearl was magical and it granted all the wish of Leo. അതായത് it granted the wish that Olive Lake will be full of life. Then Leo and mother got everyone what they wanted. അല്ലേ, ആ പേളാണ്, ആ പേൾ മാജിക്കൽ ആയിരുന്നു. അപ്പോൾ ആ പേള് കയ്യിലുണ്ടായിരുന്നപ്പോൾ ലിയോ ആ വിഷ് പറഞ്ഞു, അങ്ങനെ അവന് വേണ്ടതെല്ലാം ലഭിച്ചു. വാട്ട് ഡു യു തിങ്ക് ഈസ് ദ മോറൽ ഓഫ് ദ സ്റ്റോറി? എന്താണ് ഈ സ്റ്റോറിയുടെ മോറൽ? അതായത് ലിയു ഫോർഗെറ്റ് ഹിസ് ഓൺ ക്വസ്റ്റ്യൻ അല്ലേ, സ്വന്തം ചോദ്യം മറന്നു വെച്ചിട്ട് മറ്റുള്ളവർക്ക് വേണ്ടി ദൈവത്തോട് പറഞ്ഞു. അപ്പോൾ ദൈവം അവനെ നന്നായി അനുഗ്രഹിച്ചു. അപ്പോൾ അതാണ്, വി വാണ്ട് ടു ഫോർഗെറ്റ് അവർ പ്രോബ്ലംസ് ആൻഡ് വി ഹാവ് ടു പ്രേ ഫോർ അതേഴ്സ്, വി ഹാവ് ടു ഹെൽപ്പ് അതേഴ്സ്. അപ്പോൾ ദൈവം നമ്മളെയും ഹെൽപ്പ് ചെയ്യും. ദിസ് ഈസ് ദ മോറൽ ഓഫ് ദി സ്റ്റോറി. ആൻഡ് ഇൻ വൊക്കാബുലറി കേസ് യു ഹാവ് അഡ്ജക്റ്റീവ്സ് അവിടെ ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് മീനിങ് ആണ്, യു ഹാവ് ടു ഫൈൻഡ് ദ വൺ വേർഡ്. ഓക്കെ, വൺ വേർഡ് ആയിട്ടുള്ള അഡ്ജക്റ്റീവ് സ്റ്റോറിയിൽ നിന്ന് കണ്ടെത്തുക. ഓക്കെ, സംതിങ് ദാറ്റ് ഈസ് വെരി ഡേർട്ടി, ആ മീനിങ് ടെക്സ്റ്റിലുണ്ട്, അത് കണ്ടുപിടിക്കുക ഏത് വാക്കാണെന്ന് കേട്ടോ. അതുപോലെ ഓരോ സെൻറ്റൻസും വായിക്കുക. അപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വാക്ക് ടെക്സ്റ്റിലുണ്ട്, ഞാനത് മീനിങ് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. അപ്പോൾ വായിച്ച് നോക്കിയിട്ട് ഏത് മീനിങ് ആണ് കറക്റ്റ് വരുന്നതെന്ന് കണ്ടുപിടിച്ച് വെക്കുക. ഓക്കെ, ദെൻ കറക്റ്റ് ദ മിസ്റ്റേക്സ് ഇൻ ദ സെൻറ്റൻസസ് ബിലോ വിത്ത് ദ വേർഡ്സ് ഓർ ഫ്രേസസ് ഫ്രം ദ സ്റ്റോറി. അപ്പോൾ ഇവിടെ കുറച്ച് സെൻറ്റൻസ് തന്നിട്ടുണ്ട്, ആ സെൻറ്റൻസിൽ കുറച്ച് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ മിസ്റ്റേക്ക് എന്താണെന്ന് ഞാൻ പറയാം, പകരം എന്ത് വാക്കാണ് ആഡ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ കണ്ടുപിടിക്കുക. ഓക്കെ, ഫസ്റ്റ് സെൻറ്റൻസ്, ഹി ഫെൽസ് എക്സോസ്റ്റഡ് ആഫ്റ്റർ എ ഗുഡ് നൈറ്റ് സ്ലീപ്പ്. അപ്പോൾ ആഫ്റ്റർ എ ഗുഡ് നൈറ്റ് സ്ലീപ്പ് എന്നാണ് പറയുന്നത്. ഒരു നല്ല ഉറക്കം ഉറങ്ങി എണീക്കുമ്പോൾ നമ്മൾ എക്സോസ്റ്റഡ് ആവുകയാണോ ചെയ്യുന്നത്? എക്സോസ്റ്റഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്ഷീണിക്കുക അല്ലേ. നന്നായിട്ട് ഉറങ്ങി എണീറ്റ് കഴിയുമ്പോൾ നമുക്ക് ക്ഷീണമാണോ വരുന്നത്? അല്ല, നല്ലൊരു എനർജി അല്ലേ കിട്ടുന്നത്. അപ്പോൾ അവിടെ എന്ത് വാക്കാണ് ഉപയോഗിക്കുന്നത്? ടീച്ചർ പറയാം, ആദ്യത്തെ ടീച്ചർ പറയാം, അതായത് ഇൻഫ്യൂസ്ഡ് വിത്ത് എനർജി. അത് ടെക്സ്റ്റിലുള്ളൊരു വാക്കാണ് കണ്ടോ. അതായത് ആ ഡ്രാഗണിനെ കാണുന്ന സമയത്ത് അല്ലേ, ആ ഒരു സമയത്താണത് പറയുന്നത്, ഇൻഫ്യൂസ്ഡ് വിത്ത് എനർജി. അപ്പോൾ അതാണ്, എക്സോസ്റ്റഡ് അല്ല. നമ്മളൊരു നല്ല ഉറക്കം ഉറങ്ങി എണീക്കുമ്പം വി വിൽ ബി ഇൻഫ്യൂസ്ഡ് വിത്ത് എനർജി. അപ്പോൾ ആ എക്സോസ്റ്റഡ് എന്നുള്ള വാക്ക് മാറ്റിയിട്ട് ഇൻഫ്യൂസ്ഡ് വിത്ത് എനർജി എന്നുള്ളതാണ് ചേർക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ എററുണ്ട്. ഇപ്പോൾ ലിയു വാസ് വെരി ഫുൾ വെൻ ദ ഓൾഡ് വുമൺ ഓഫേർഡ് ഹിം ഫുഡ്. അപ്പോൾ വെരി ഫുൾ എന്ന് പറഞ്ഞാൽ വയറ് നിറഞ്ഞിരിക്കുക. അപ്പോൾ വയറ് നിറഞ്ഞിരിക്കുമ്പോഴാണോ ഓൾഡ് വുമൺ ഫുഡ് ഓഫർ ചെയ്യുന്നത്? നമുക്കൊരാൾ ഫുഡ് ഓഫർ ചെയ്യുന്നത് എപ്പോഴാണ്? നമ്മൾ വിശന്നിരിക്കുമ്പോഴാണ് അല്ലേ. അപ്പോൾ ഏത് വാക്കാണ് അവിടെ ആഡ് ചെയ്യേണ്ടത്? അപ്പോൾ അങ്ങനെ വായിച്ചു നോക്കുക. ഓക്കെ, ആ സെൻറ്റൻസുകൾ വായിച്ചു നോക്കുക. അവിടെ അർത്ഥം ശരിയാവാതെ ചില വാക്കുകൾ അവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ആ വാക്കുകൾ മാറ്റി നമുക്ക് കറക്റ്റ് വാക്കുകൾ ആഡ് ചെയ്യണം. അത് സ്റ്റോറി വായിക്കുമ്പോൾ സ്റ്റോറിയിൽ നിന്നും ആഡ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ ജസ്റ്റ് ട്രൈ ചെയ്യുക. അപ്പോൾ ഈ ആൻസേഴ്സിലൂടെയൊക്കെ ഒന്ന് പോവുക. എന്താണ് ടെക്സ്റ്റിൽ പോയിട്ട് പറ്റുന്നിടത്തോളം ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ, ഡിസ്കഷൻ കൂടി വെച്ചിട്ട് നമ്മൾ ആൻസേഴ്സ് കണ്ടുപിടിക്കാൻ ശ്രമിക്കുക. ആൻഡ് ദെൻ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദ PDF complete your notebook. Okay, so in the next class we will see with a new lesson. Take care. Bye.